മക്കളെ ഗോപാലകൃഷ്ണോ, നീ ആയിരുന്നോ? എന്താ രാവിലെ ഇങ്ങ് എത്തിയത്? ഞാൻ ഇനി വീട്ടിലേക്കില്ല. മൂപ്പിലാനെ കൊണ്ട് മടുത്തു. കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും അയാൾ കിയോ എന്നാ. ഒരൊറ്റ കാര്യം കിളവന്റെ തലയിലോട്ട് കയറത്തില്ല. ഇങ്ങനെ തന്തമാരുണ്ടോ? അയാളുടെ തല എന്ന് ഞാൻ കണ്ടോ അന്ന് വരെ എനിക്ക് ഇറങ്ങക്കാരാ. അല്ല, നീ സ്വന്തം അച്ഛനെ പറ്റി തന്നെ അല്ലയോ പറയുന്നത്? ഓ, എങ്ങനെ പറയാതിരിക്കുക? കോളേജിൽ നിന്ന് ഇറങ്ങിയ അന്ന് മുതൽ ഞാൻ ചോദിക്കുക കുറച്ച് കാശ് തരാൻ, ഒരു ബിസിനസ് തുടങ്ങാൻ. കേട്ട ഭാവമേ ഇല്ല. നീ വെറുതെ എടുത്തിയാലിട്ട് കാര്യമൊന്നുമില്ല. നീ ഇനി വീട്ടിൽ കേറൂല്ല എന്ന് പറഞ്ഞാൽ പോലും ഒരാളുടെ ചെലവ് കുറഞ്ഞു എന്നും പറഞ്ഞ് സമാധാനമായിട്ടിരിക്കുന്ന പാർട്ടി നിന്റെ തന്തപ്പടി. എന്ന് മാത്രമല്ല, ഈ കൂട്ടിനകത്ത് ഒറ്റയ്ക്ക് താമസിച്ചിട്ട് തന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒരു ചിന്നതടിക്കാനുള്ള ബന്ധപ്പാട് എനിക്കേ അറിയൂ. നീയും കൂടി ഇങ്ങോട്ട് വന്നാ അതുമില്ല. നമുക്ക് പട്ടയാക്കാം. ഏഴ് ഫിറ്റായ പോരെ. ഈ ചിന്നതെന്ന് പറഞ്ഞതേ പട്ട തന്നെയാ. 1-ാം തീയതി ആകുമ്പോ എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന 500 രൂപയും വെച്ചോണ്ട് സ്കോച്ച് കുടിക്കാൻ ഞാനാരാ? കൊച്ചിരാവിന്റെ കൊച്ചുമോനെ വല്ലോ ആണോ? പിന്നെ ഞാൻ എന്തോ ചെയ്യും? ഒരു 5-6 ചീപ്പിലൂടെ മലത്തി നോക്ക്. അവസാനം മൂപ്പിൽസ് തന്നെ സഹിയിട്ട് കൊണ്ടുപോയി തൊലയെന്നും പറഞ്ഞ് എന്തെങ്കിലും തരും. ഒരു സീട്ടോ പിടി ഉണ്ടായിത്താ. നീ ആ തറയിലെങ്ങാണ് തപ്പി നോക്കല്ല, കുറ്റിയും കിട്ടും. ഇവിടെ പട മേടിച്ച് പന്തലത്ത് നിന്നപ്പോ പന്തവും കൊളുത്തി പടാന്ന് പറഞ്ഞല്ലോ. ഇടാ, അതാ പറഞ്ഞത്. ഈ നരകത്തിൽ നിന്ന് കരകയറണമെങ്കിൽ നല്ല കാശുള്ള ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ തപ്പിയെടുത്ത് കല്യാണം കഴിക്കണം. നീ നടക്കുന്ന കാര്യമെല്ലാം പറ. അല്ലേലും നിന്റെ തലയിൽ നല്ല ബുദ്ധി കയറത്തില്ലല്ലോ. ഞാൻ ഏതായാലും ഒന്നിനെ ലൈൻ ഇട്ടോണ്ടിരിക്കുക. മിക്കവാറും ഉടനെ തന്നെ ഷെഡിൽ കയറും. അത് കഴിയുമ്പോ എന്റെ ഈ സൈലൊക്കെ അങ്ങ് മാറും. എന്തോന്ന് നീ കാര്യമായിട്ട് പറയണോ? ഇത് കണ്ടോ? മാഡം റൂഷേ, അവക്ക് നാറാതിരിക്കാനാ. ചെലവെന്തോന്നറിയാ? 250 രൂപ. ബോഡി സ്പ്രേ വില 80 രൂപ. പിന്നെ ഷാമ്പൂ, ആഫ്റ്റർ ഷേവ്, ലൊട്ടിലൊടുക്ക എല്ലാം കൂടെ കൂടി ഒരു 50 രൂപ. ഗ്ലാമർ കൂട്ടാനാ യാർഡ്ലി ക്രീം. ഇത് തേച്ചാലേ വെളുക്കും. ഇക്കണക്കിന് പോയാലേ സാറ് തേക്കാതെ തന്നെ വൃത്തിയായിട്ട് വെളുക്കും. ഏതാ ചരക്ക്? നമ്മുടെ കൊപ്ര മുതലാളി ഇല്ലേ, തേങ്ങാ കോവുന്ന പിള്ള, അങ്ങേരുടെ മോളാ. ഏക മകൾ, ദി ഒൺലി ഡോട്ടർ. ഒത്താ പിന്നെ ഈ ഹരി ഒരു കൊച്ചു മുതലാളിയാളിയാ. വാചകം അടിച്ച് നേരം പോയതറിഞ്ഞില്ല. ഞാൻ ഇറങ്ങുന്നു. നീ വേണമെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. കള്ളന്മാരെ ഉള്ള സമയമാ. പുറത്തു പോകുമ്പോ പൂട്ടിയിട്ട് പോണം. വരട്ടെ. ഇവിടെ കള്ളം കയറിയ നീ രക്ഷപ്പെട്ടിടാളിയാ. കേറുന്നവൻ ദൈവതോന്നി 10 രൂപയെങ്കിലും വെച്ചിട്ടു. ദാരിദ്ര്യവാസി. ഏതോ ഒരു പുഴയുണ്ടല്ലോ, ഭാരതപ്പുഴ. ഈ രമണനൊക്കെ എഴുതിയൊരു ചങ്ങമ്പുഴ. അത് തന്നെ. അയാളുടെ കവിത കാണാതെ പഠിച്ച് പ്രേമഗീതം പാടി വെറുതെ ഇരിക്കുന്ന കുയിലിന്റെയും പട്ടിയുടെയും ഒക്കെ മുഖത്തു നോക്കി നിന്റെ കണ്ണുകളിൽ വിഷാദം തളം കെട്ടി നിൽക്കുന്നു എന്നും പറഞ്ഞ് ഒരു റൊമാന്റിക് മൂഡ് സൃഷ്ടിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. എനിക്കല്പം പ്രേമമുണ്ട്, സൗകര്യമുണ്ട്, വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. മല്ലിക എന്ത് പറയുന്നു? ഹരി എന്തായി പറയുന്നത്? എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? അച്ഛനോട് ഇതൊന്ന് സൗകര്യമായിട്ട് അവതരിപ്പിക്കണ്ടേ? പിന്നെ അച്ഛൻ എതിർക്കാൻ വഴിയില്ല. അച്ഛനേക്കാൾ വളരെ വലിയൊരു പണക്കാരന്റെ മകനാണ് ഹരി എന്നറിയുമ്പോൾ അച്ഛൻ കണ്ണും പൊട്ടി സമ്മതിക്കും. എന്നാ പിന്നെ അത് വേഗം അങ്ങോട്ടായിക്കൂടെ? ശരി, 2 ദിവസത്തിനകം ഞാൻ പ്രശ്നം അച്ഛനോട് അവതരിപ്പിക്കാം. ഹരി വന്ന് കാണാനും പറയാം. ഹരിയുടെ അച്ഛന്റെ പേരെന്താ പറഞ്ഞത്? രാമുണ്ണി മേനോൻ അല്ലേ? പുത്തൻപുരയിൽ രാമുണ്ണി മേനോൻ. അല്ല